18 മുതൽ കോഴിക്കോട് ജില്ലക്കകത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആരോഗ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ നിന്നുകൊണ്ട് ഒരു ഏകോപനം നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നിപ്പ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതുപോലെ ഷിഗല്ല കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായിട്ട് ഷിഗല്ലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എലിപ്പനി, ഡെങ്കിപ്പനി. ഇന്നിപ്പോൾ ഒരു വാർത്ത കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എവിടെ നമ്മുടെ ആരോഗ്യമന്ത്രി? കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടത്തെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന ആടാണ്, എവിടെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി? കെ മുരളീധരൻ എന്ന് പറയുന്ന UDFന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ കാണാനില്ല. അവിടെ നിപ്പ ബാധിച്ച് അവിടുത്തെ ജനങ്ങൾ അതിഭീകരമായ പരിഭ്രാന്തിയിലാണ്. ഒന്ന് ധൈര്യം കൊടുക്കാൻ, അവരുടെ ഒപ്പം ഒന്ന് ചേർന്ന് നിൽക്കാൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ ഈ നിമിഷങ്ങളിൽ, ഈ സമയങ്ങളിൽ കോഴിക്കോട് തന്നെ തമ്പടിച്ചിട്ട് അതിന് നേതൃത്വം കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ആദ്യമായിട്ട് കേരളത്തിൽ നിപ്പ വരുന്നത് കേരളത്തിലെ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്താണ്. അന്ന് KK ശൈലജ ടീച്ചറായിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രി. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത്, ഇങ്ങനെ നിപ്പ വന്നു എന്ന് പറയുന്ന ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയ ആ ദിവസം മുതൽ KK ശൈലജ ടീച്ചർ കോഴിക്കോട് തമ്പടിച്ചിരിക്കുകയായിരുന്നു. അവിടെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് മീറ്റ് ചെയ്ത് ഇതിന് എങ്ങനെയാണ് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനത്തെ അസുഖം വരുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയില്ല. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് വേറൊരു വലിയ മാരക അസുഖത്തിന്റെ പ്രോട്ടോകോൾ എല്ലാം മനസ്സിലാക്കുന്നത്. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തു നോക്കാവുന്ന അവർ പരീക്ഷിക്കുന്നു. ഫുള്ള് പരീക്ഷണമായിരുന്നു. അങ്ങനെ പരീക്ഷിച്ച് ഒരു കൃത്യമായിട്ടുള്ള വെൽ മാനേർഡ് മാതൃക അന്ന് KK ശൈലജ ടീച്ചറും നമ്മുടെ ആരോഗ്യ വകുപ്പും തമ്മിൽ ഉണ്ടാക്കി. നോക്കൂ സുഹൃത്തുക്കളെ, ഒരു ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന ഈ ഡോക്ടേഴ്സ് സംഘത്തെ നമുക്കണ്ട് കയറൂരി വിടാനോ അല്ലെങ്കിൽ നിങ്ങളാണ്ട് പോയി ചെയ്തോളൂ എന്ന് പറയാൻ സാധിക്കില്ല. അതിനെ മുഴുവൻ നേതൃത്വം നൽകാൻ ഒരു മനുഷ്യൻ വേണം, ഒരാൾ വേണം. അയാളുടെ പേരാണ് നമ്മളെല്ലാം നിശ്ചയിച്ചിട്ടുള്ള ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്. ഇത്തവണ അത് കെ മുരളീധരനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇതിനൊന്നും സമയമില്ലാത്ത പോലെയാണ്. 1-ാം തീയതി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചില കാര്യങ്ങൾക്ക് പോകണം, 2-ാം തീയതി വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകണം, 3-ാം തീയതി അപ്പുറത്തെ ശബരിമല കേസിൽ പെട്ടുകെടുത്തിരിക്കുന്ന ഒരു വക്കീലിനെ ഇങ്ങോട്ട് പോരെ, ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ വാദിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രദീപനെ ഇങ്ങോട്ട് വിളിക്കണം എന്നീ പറയുന്ന കലാപരിപാടികളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതത്തിന് ഒരു 5 പൈസയ്ക്ക് വില കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ കേൾക്കുന്ന വിവരങ്ങളിൽ ഒന്ന്, ഈ നിപ എന്ന് പറയുന്ന ബാധിച്ച ആ ഒരു മനുഷ്യൻ മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട മരുന്ന് സ്റ്റോക്കില്ല. നോക്കൂ, ഒരു സാമാന്യ തലച്ചോറുള്ള ഒരു മനുഷ്യനെ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും എന്ന നിലയ്ക്ക് നിപ രോഗം നമ്മുടെ കേരളത്തിലുണ്ട്, അത് പ്രത്യേകിച്ച് കോഴിക്കോടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു അസുഖം വരുന്ന സമയത്ത്, മഴക്കാലം വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട മരുന്നുകൾ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. ആ മരുന്ന് വിദേശത്ത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം. ആ മരുന്ന് ഇറക്കുമതി ചെയ്ത് സ്റ്റോക്ക് ചെയ്യുക എന്നൊക്കെയാണ് ഒരു സാധാരണ ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ട കടമകള്, കർത്തവ്യങ്ങള്. അതൊന്നും നിർവഹിച്ചിട്ടില്ല. അസുഖം വന്ന് അയാൾ 2-3 ദിവസങ്ങളില്ല വെന്റിലേറ്റർ കടന്നു കഴിഞ്ഞിട്ടാണ് ഈ മരുന്നിന് ഓർഡർ വിട്ടെന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ പറയുന്നു, എവിടെ ഞങ്ങൾ ആരോഗ്യമന്ത്രി? ഇവിടെ വന്ന് തമ്പടിക്കേണ്ടതല്ലേ? ഇവിടെ ഇങ്ങനെ നിപ്പ വന്ന സമയത്ത് ഞങ്ങൾ 24 മണിക്കൂറും കണ്ടത് KK ശൈലജ എന്ന് പറയുന്ന ആർജവമുള്ള ഒരു മന്ത്രിയായിരുന്നു. അന്ന് അവർ ജനങ്ങൾക്ക് കൊടുത്ത് അപാരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു. ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ മാത്രമല്ല ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് കോഴിക്കോട്ടത്തെ ജനങ്ങൾക്ക് കൊടുത്തത് ഒരു അപാര ആത്മവിശ്വാസമായിരുന്നു. ആ ഒരു ആത്മവിശ്വാസമാണ് ഒരു മന്ത്രി, ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് നൽകേണ്ടത്. അത് നൽകാനുള്ള മനുഷ്യൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടോക്ക്, കോഴിക്കോട്ടുകാർ പറയുന്നു. എവിടെ കോഴിക്കോട് ജില്ലക്കകത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആരോഗ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ നിന്നുകൊണ്ട് ഒരു ഏകോപനം നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നിപ്പ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതുപോലെ ഷിഗല്ല കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായിട്ട് ഷിഗല്ലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എലിപ്പനി, ഡെങ്കിപ്പനി. ഇന്നിപ്പോൾ ഒരു വാർത്ത കണ്ടിട്ടുണ്ട്, 28% വവ്വാലുകളിൽ നിപ്പൻ്റെ വൈറസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ ആരോഗ്യമന്ത്രി എവിടെയാണ് എന്താണെന്നും അറിയില്ല. ജില്ലാ കളക്ടർ എന്ന് പറയുന്നു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. വൈകുന്നേരമാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. കളക്ടർ വേറൊന്ന് പറയുന്നത്, ആരോഗ്യമന്ത്രി വേറൊന്ന് പറയുന്നത്. എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്നു, ഒരു ഏകോപനമില്ല എന്നർത്ഥം. എന്താ ഏകോപനം? ഇവര് തമ്മിൽ മീറ്റ് ചെയ്തിട്ടില്ല, ഇവര് തമ്മിൽ കൺവെർസേഷൻ ഇല്ലാന്ന്.
നോക്ക്, ഇവിടെ ഏറ്റവും കൂടുതൽ കൺവെർസേഷൻ നടക്കുന്ന ആരോഗ്യമന്ത്രി, കളക്ടർ, അവിടെ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, ഇതിനൊരു ടീം ഉണ്ടായിരിക്കും, ഇതിന് പ്രത്യേക വാർഡുകൾ ഉണ്ടായിരിക്കും, അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരുമായിട്ട് അപാരമായിട്ടുള്ള ബന്ധം വേണം. എങ്കിലാണ് ഇത്ര ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. അല്ലാതെ വേറെ വല്ല പണിക്കും പോയി കഴിഞ്ഞാൽ ഇത് കിട്ടില്ല. ജനങ്ങളുടെ ആരോഗ്യം വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സൊക്കെ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, ഇവർ വന്നു കഴിഞ്ഞാൽ, UDF വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ രംഗം മാത്രമായി എല്ലാം തകർന്ന് തരിപ്പണമാക്കുക, തകർക്കുക എന്നല്ലാതെ ഇവർക്ക് വേറെ ഉദ്ദേശമില്ല. അത് മാത്രമാണ് ഉദ്ദേശം. എങ്ങനെയെങ്കിലും സ്വന്തം പോക്കറ്റേക്കും സ്വന്തം കുടുംബക്കാർക്കും സ്വന്തം അണികൾക്കും ജോലി ഉണ്ടാക്കി കൊടുക്കുക, പണി ഉണ്ടാക്കി കൊടുക്കുക, 5 വർഷം തൂഫാനാക്കി ജീവിക്കുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇവർ ചിന്തിക്കില്ല എന്നുള്ളതാണ്. നമ്മൾക്കിത് അറിയുന്ന ചരിത്രങ്ങളല്ലേ. എന്തായാലും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കോഴിക്കോട്ടത്തെ ജനങ്ങൾ വളരെ ഭീതിയിലാണ്, അവര് അപാരമായിട്ടുള്ള പേടിയിലാണ്. പണ്ട് ചെയ്തിരുന്നത്, ഇത് ബാധിച്ച ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മുഴുവൻ ഐസൊലേറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു വാർഡ് മാത്രം ഐസൊലേറ്റ് ചെയ്യുക മാത്രമല്ല, ആ വാർഡിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, എല്ലാ സൗകര്യങ്ങളും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക എന്നീ പരിപാടികളൊക്കെ നടന്നിരുന്നത്. അങ്ങനെ ഗംഭീരമായ പ്രവർത്തനം നടന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് നിപ്പ നിയന്ത്രിക്കപ്പെട്ടത്. അതൊന്നും നിങ്ങൾ കേട്ടിരുന്നോ? ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടായിരുന്നോ? അദ്ദേഹം നിൽക്കുന്ന വീട്, അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമുള്ള ആളുകൾ, അവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നു, അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും മറ്റൊക്കെ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും, അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കും, ഗവൺമെന്റ് നോക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന് ശൈല ടീച്ചർ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതൊന്നും കേൾക്കാനില്ല. ഇത് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്തോട്ടെ, ആളുകൾ ചത്തോട്ടെ, അതൊന്നും ഞങ്ങൾ വിഷയമല്ല, ഞങ്ങൾ ശബരിമല കൊള്ളക്കേസ് എങ്ങനെ തേച്ച് മാറ്റി നടക്കാം എന്നുള്ള ആലോചനയല്ല. എന്തായാലും ഇതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ, ഒരു വിക്കറ്റ് കൂടി തെറിച്ചിട്ടുണ്ട്. വാർത്താ മാധ്യമങ്ങൾ കാണണം കേട്ടോ. ഇതിനുള്ള വിശദീകരണം തരുന്നത് പരിചയമില്ലാത്ത ആളാണെന്ന് തന്നെയാണ് അവരെന്നെ പറയുന്നത്. പരിചയമില്ലാത്ത ആളാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ എന്ന്. ഇത് ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട്. ശൈല ടീച്ചർ 24 മണിക്കൂർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉറക്കമില്ലാതെ നടത്തിയതാണ്. ഇപ്പോഴത്തെ മന്ത്രിക്ക് അതിന് പറ്റുന്നില്ല എന്നാണ് തുടക്കത്തിൽ മനസ്സിലാവുന്നത്. ആരോഗ്യരംഗത്ത് ഏകോപനം ഇല്ല എന്നുള്ളതാണ് ഇപ്പം വാസ്തവത്തിൽ. മന്ത്രി ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിയും പുതിയ കലക്ടറാണ് വന്നത്. കലക്ടർക്കും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് ഇതല്ലേ. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇവിടെ അല്ലേ ഏറ്റവും ഗംഭീരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ഫോൺ വിളിയേക്കാൾ എത്രയോ മെച്ചമാണ് ഒരു സ്ഥലത്ത് തമ്പടിച്ചിട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുക എന്നുള്ളത്. അതല്ല ചെയ്യേണ്ടത്. നമ്മുടെ KK ശൈലജ 24 മണിക്കൂറും ഉറക്കമില്ലാതെ, നമ്മൾ കണ്ടിട്ടില്ല, PP കിറ്റും ഒക്കെ ഇട്ടിട്ട് ആ ടീച്ചർ ഇവരൊക്കെ നോക്കുവാനും അവരുടെ ആരോഗ്യസ്ഥിതി എന്തെന്ന് അറിയാനും വേണ്ടി പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടല്ലേ. അങ്ങനത്തെ ദൃശ്യം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ? ഈ മുരളീധരൻ പണ്ട് പറഞ്ഞത് ആരോഗ്യരംഗം വെന്റിലേറ്ററിലെന്നാണ്. ഇപ്പൊ എവിടെയാണോ നമ്മുടെ ആരോഗ്യരംഗം? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും അവിടുത്തെ ജനങ്ങളുടെ കൺസേൺസ് അത് പരിഗണിക്കണം. കഴിഞ്ഞ ഈ വർഷങ്ങളിൽ പോലെ നല്ല കാര്യങ്ങൾ നടക്കുന്നത്, ഈ ഉച്ചയ്ക്ക് നടന്ന കാര്യങ്ങൾ പോലും മന്ത്രി അറിയുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ മന്ത്രി അറിയുന്നത് രാത്രിക്ക് ശേഷമാണ്. അപ്പോൾ ജനങ്ങൾ വളരെ ഭീതിയിലാണ്. പണ്ടൊക്കെ വെച്ചാല് ഈ ആശാ വർക്കർമാരും RRT വണ്ടിയന്മാരും ഒക്കെ ഒത്തുചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു ഏകോപനം ഇല്ല. കളക്ടർ ആയാലും ഈ പുതിയ ആരോഗ്യമന്ത്രി ആയാലും ജനങ്ങൾക്കിടയിലേക്ക് ചെന്നിട്ടൊരു ഏകോപനം ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ വെച്ചാൽ അന്നൊക്കെ ആകുമ്പോൾ ഈ നിപ്പ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു കെട്ടി അടയ്ക്കുക, അങ്ങോട്ട് എന്താ പറയാ ഒരു ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതൊന്നും ഇപ്പൊ ഈ ഒരു സ്ഥിതിയിൽ നടക്കുന്നില്ല. അത്രേ ഉള്ളൂ. അവിടത്തേക്ക് ജനങ്ങൾ ആ ഒരു നിപ്പ വന്ന ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് സ്പ്രെഡ് ചെയ്യും അല്ലേ? അപ്പോ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിരുന്നു. ഇതൊന്നും നടക്കുന്നില്ല. അതിനിടയ്ക്ക് വേറൊരു ഭീകരമായ വാർത്ത കൂടി കേട്ടു. ഒരു ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയിരിക്കുന്നു. 2.5 ദിവസത്തെ ലീവ് ചോദിച്ചതിനാ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റി എന്നുള്ളതാണ്. പകർച്ചവ്യാധി കാലത്ത് അവധി ചോദിച്ചതിന് പിന്നാലെയാണ് ഡോക്ടർ റീനയെ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്തായാലും റീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ റീന പറയുന്നത് വേറെ രീതിയിലാണ്. കേട്ടോക്ക്. ഡോക്ടർ റീന, അസ്വാഭാവികമാണോ ഈ നടപടി? എനിക്കറിയില്ല, ഞാൻ ഷോക്കായി പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷോക്കായി പോയി ഒരു ഓർഡർ കണ്ടിട്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ 15 ദിവസം ലീവ് അപേക്ഷിച്ചിട്ടില്ല.
ശാരീരിക അസ്വസ്ഥത കാരണം 2.5 ദിവസത്തെ ലീവാണ് ഞാൻ അപേക്ഷിച്ചിട്ടുള്ളൂ. വെറും 2.5 ദിവസത്തെ ലീവ് അപേക്ഷിച്ചതിനാണ് ഡോക്ടർ റീന എന്ന് പറയുന്ന ഒരാളെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ സമയത്ത് ഇതാണോ ചെയ്യേണ്ട പ്രവർത്തികൾ? ആരോഗ്യ പ്രവർത്തകരെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട സമയത്ത് ഒരു മന്ത്രിയുടെയും അതിന്റെ ആൾക്കാരുടെയൊക്കെ ഒരു സ്ഥാപിത താല്പര്യങ്ങൾക്ക്, അത്തരം വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്നാൽ അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തകർന്ന് തരിപ്പണമായി പോകും. നമ്മുടെയൊക്കെ ജീവിതം എന്താവും, നമ്മുടെയൊക്കെ ലൈഫ് എന്താവും എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തവുമില്ല. ഇന്ന് കിട്ടിയൊരു വാർത്ത അതൊരല്പം പേടിപ്പിക്കുന്നതാണ്. കോഴിക്കോട് നിപ ബാധ സംശയത്തെ തുടർന്ന് ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 4 പേരാണ്. എങ്ങനെയുണ്ട്? വീണ്ടും പുതുതായിട്ട് 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് കൂടാൻ പോവുകയാണ്. ഏത് ഭാഗത്തേക്കാണ് നമ്മുടെ ജനങ്ങള് നോക്കൂ, കോഴിക്കോട് ഭാഗത്തേക്ക് പല ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളുണ്ട് ഇല്ലേ? അപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടണം, ഏതൊക്കെ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. പണ്ടത് ചെയ്തിരുന്നേ, ആ ഒരു ഗ്രാമം തന്നെ കൊട്ടി അടക്കപ്പെടും, ആ ഗ്രാമം അടച്ചിടും. അവിടേക്ക് എൻട്രിങ് വേണ്ട, അവിടേക്ക് ആരും കയറണ്ട, നമുക്ക് ആ അസുഖം ഒന്ന് മാറിക്കോട്ടെ, അതുവരെ ഞങ്ങൾ നോക്കിക്കോളാം ആ ഗ്രാമത്തെ. നടക്കില്ലേ? കേരളത്തിനത് നടക്കും, ഈസി ആയിട്ട് നടക്കും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാ. അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ജനങ്ങൾക്കൊരു മാറ്റമായിരുന്നു വേണ്ടത്. അത് ജനങ്ങളെ ജീവിതം പണയം വെച്ചിട്ടുള്ള മാറ്റമായിരിക്കുമെന്ന് ഈ ജനങ്ങൾ ചിന്തിച്ചോ എന്നറിയില്ല. അപ്പൊ എന്തൊക്കെയായാലും ഇത് നമ്മൾ വരുന്നതൊക്കെ അനുഭവിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. ബൈ.